അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ബിന്നി ജെയിംസ്, ബീഹാറിൽ മിഷണറി ദൗത്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി. തന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ഇപ്പോൾ താൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരമായി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനകൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ശക്തമായി കർത്താവിന് വേണ്ടി ഈ കാലയളവ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസിയുടെ സാക്ഷ്യം പ്രേക്ഷകർക്ക് പ്രചോദനമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ ബിന്നി ജെയിംസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യം, എൻ്റെ സാക്ഷ്യത്തെ എല്ലാവരുടെയും മുൻപാകെ പ്രസ്താവിക്കുവാനായിട്ട് എനിക്ക് അരോമ ടി വി മുഖാന്തരം ലഭിച്ചതിനായിട്ട് ഞാൻ ഒരുപാട് കർത്താവിന് നന്ദി പറയുന്നു. അരോമ ടി വിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എനിക്കും ഇങ്ങനെ ഒരു അവസരം ഇവിടെ ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ ഈ അരോമ ടി വിയിലേക്ക് പരിചയപ്പെടുത്തിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി, ബീഹാറിൽ വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ മിനി സുരേഷിനോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതേപോലെ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പേര് ബിന്നി ജെയിംസ് എന്നാണ്. ഞാൻ ബീഹാർ എന്ന സംസ്ഥാനത്തിൽ കിഷൻഗഞ്ച് എന്ന് പറയുന്ന ജില്ലയിൽ ചക്ല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബീഹാറിൽ എത്തിയിട്ട് 20 വർഷമാകാൻ പോകുന്നു. അതിനു മുൻപ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലുള്ള ചെമ്മണ്ണാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അവിടെ ഒരു CSI പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ മാതാപിതാക്കളാരും ദൈവവിശ്വാസികളായിരുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അവർ ചെറുപ്പം മുതലേ എന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വളർത്തിയത്. ഞങ്ങൾ 2 മക്കളുണ്ട്. 2 ചേച്ചിമാരുള്ളത് അവർ അച്ചാച്ചൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ വളർന്നു. ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പവും വളർന്നു. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ വളർന്ന ഞങ്ങൾ അവിശ്വാസികളായിട്ടും അച്ചാച്ചൻ്റെ വീട്ടിൽ വളർന്ന, അതായത് വല്യപ്പനോടും വല്യമ്മയോടും കൂടെ വളർന്ന മക്കൾ അവർ വളരെ നല്ല വിശ്വാസികളായിട്ടും മാറി. അപ്പോൾ ഞാൻ എൻ്റെ 18 വയസ്സ് വരെ ദൈവമില്ല, ദൈവം ഒരു വിശ്വാസമേ ഇല്ല എന്നുള്ള രീതിയിലാണ് എന്നെയും വളർത്തിയത്. അവിശ്വാസി ആയിട്ട് തന്നെ വളർന്നു വന്നു. അങ്ങനെ കോളേജിൽ ബിരുദ പഠനത്തിൻ്റെ സമയത്ത്, അത് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ വീട്ടിലേക്ക് വേനലവധി സമ്മർ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ബ്രദറും പിന്നെ അതേപോലെ കസിൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ മാതാവിൻ്റെ അമ്മച്ചി, അതായത് വല്യമ്മച്ചി നമ്മൾ പറയുന്ന വല്യമ്മച്ചി, എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം ഉടുത്തൊരുങ്ങി ഇങ്ങനെ ചർച്ചിലോട്ട് പോകുക. അപ്പം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പം വല്യമ്മച്ചിയോട് ചോദിച്ചു, ഞങ്ങളൊക്കെ ഇത്ര ദൂരെ നിന്ന് ഇങ്ങനെ വല്ലപ്പോഴും വരുന്നത്, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചർച്ചിൽ പോയിരുന്ന ഞങ്ങളൊക്കെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ എന്തിനാ ഇങ്ങനെ എന്നും പോകുന്നതെന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ വല്യമ്മച്ചി പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ ഈ ഉപവാസ പ്രാർത്ഥന? അപ്പോൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു ദൈവകർത്താവിനോട് പ്രാർത്ഥിക്കും, ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 40 ദിവസമോ? അപ്പോൾ ഞാൻ ആകെപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരറിവായിരുന്നു ഇങ്ങനെ 40 ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ണാതെയും കഴിക്കാതെയൊക്കെ ഇരിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമല്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം 40 ദിവസമൊക്കെ ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ അവർ മരിച്ചു പോകും എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ പറഞ്ഞു, ഇല്ല, ഇപ്പം തന്നെ 30-32 ദിവസമായി, അവരാരും മരിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാണണം അവരെ, 32 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകളെ എനിക്ക് കാണണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം മുഴുവൻ ഇങ്ങനെ 32 ദിവസമായിട്ടൊക്കെ കഴിക്കാതിരുന്നാൽ അസ്ഥികൂടം പോലെ ഇങ്ങനെ മെലിഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും, എങ്ങനെയുള്ള വിചാരത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ
ഞാനും പറഞ്ഞു ഞാനും വരുവാ, എനിക്ക് നിങ്ങൾ ഉപവാസം വരിക്കുന്ന ആളുകളെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും പോയി ചർച്ചിലോട്ട് ആദ്യമായിട്ട് പോകുക. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതിനോടുള്ള താല്പര്യം കാരണമല്ല പോകുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും ഒരു വിമർശനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാന്നുള്ള ഉദ്ദേശത്തോടും കൂടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും ഫ്രണ്ടിൽ ഇങ്ങനെ പാസ്റ്റേഴ്സൊക്കെ നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. 2-3-4 പേര് അതിൻ്റെ താഴെ പുൽപ്പിൻ്റെ താഴെ കിടപ്പുണ്ട്. ബാക്കിയുള്ള അമ്മച്ചിമാരും എല്ലാവരും ഇങ്ങനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടു. എന്നിട്ട് വെല്ലുമ്മച്ചി മുമ്പോട്ട് അങ്ങ് പോയി, ഞാൻ ഏറ്റവും പുറകിൽ പോയി അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഏറ്റവും ബാക്കിൽ ഞാൻ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ നല്ല ആരാധന തുടങ്ങി, വർഷിപ്പ് തുടങ്ങി. ആരാധന തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിൽ ഉറങ്ങിയ പോലെ ഇങ്ങനെ കിടന്ന ആളുകൾ എഴുന്നേറ്റ് അലറാൻ തുടങ്ങി, ഭയങ്കരമായ അലർച്ച. അപ്പോൾ ഈ അലർച്ച കാരണം ഞാൻ നടുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം ശരിക്കും പൈശാചിക ബന്ധനത്തിൽപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന ആളുകളാണ്. അതിനകത്ത് 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ട്. അവരെല്ലാം ഒരു ഫാമിലിയിലുള്ള ആളുകളുമാണ്. അപ്പോൾ അവർക്കെല്ലാം പൈശാചിക ബന്ധനത്തിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പം ഇവരെല്ലാം എഴുന്നേറ്റ് അലറാനും ഒക്കെ നിലവിളിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഭയമായി. അപ്പം ഈ ഭയം കാരണം ഞാനിങ്ങനെ കണ്ണടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ആരാധന നന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു പൈശാചിക പോരൊക്കെ അവരഴിഞ്ഞു പോയി, അവർ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ശാന്തമായി കഴിഞ്ഞപ്പം അവിടെ കടന്നു വന്ന ഒരു ദേവദാസൻ എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും പുറകിലായിരിക്കുന്നത്, എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ അന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ മാത്രം കൊണ്ടു നടന്നിരുന്ന കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യമായിരുന്നു, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? അതെവിടെയാണ്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇതിൽ വളർന്നു വന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിൽ തോന്നാൻ കാരണം. അപ്പം ഈ ദൈവദാസൻ ഇങ്ങനെ വന്നേച്ച് ഞാൻ ആ മനസ്സിൽ മാത്രം വെച്ചിരുന്ന ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 1-2 തവണ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് അത് ഒക്കെ ഇദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ അത്ഭുതമായി. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലിരുന്ന കാര്യം എങ്ങനെ ഇദ്ദേഹം പിടിച്ചെടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ വിളിക്കുന്ന ദൈവം ചിലർക്കാരനല്ല അങ്ങനെ. അപ്പോൾ അന്ന് അവിടെ കുറേ ദേവദാസന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലെ ശാരോൺ ചർച്ചാണ്. അപ്പോൾ ഈ ദേവദാസന്മാർ കുറേ പേര് ഇവിടെ കടന്നിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും പ്രസംഗമെല്ലാം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി അന്ന് വരെ. അപ്പോൾ അന്ന് വരെ അനുഭവിക്കാത്ത ഒരു ആത്മീക സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഒരു സന്തോഷം, ആത്മീക സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു സന്തോഷം. അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നാൻ തുടങ്ങി. അവിടെ വെച്ച് തന്നെ ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായിരുന്നു. അന്ന് രാത്രി തന്നെ, ആദ്യത്തെ ദിവസം കടന്നുപോയി അന്ന് രാത്രി തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ട് പിന്നീട് ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നവരെ ഉപവാസ പ്രാർത്ഥന തീരുന്നത് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും, ദൈവ ആലോചന കേൾക്കും, അങ്ങനെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ വീട്ടിൽ കടന്നു വന്നപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ചർച്ചിൽ പോകണം. അപ്പോൾ ചർച്ചിൽ പോകാനായിട്ട് വീട്ടിലുള്ളവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞാനങ്ങനെ 1-2 വർഷവും കൂടെ ചർച്ചിലൊക്കെ പോയി. അങ്ങനെ എൻ്റെ PG കഴിഞ്ഞു. PG ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോകുന്ന ചർച്ചിലെ ദേവദാസൻ എൻ്റെ വീട്ടിലൊക്കെ കടന്നു വരാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വിശ്വാസിയായി. അപ്പോൾ PGക്ക് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ അറിയാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു എന്താ പറയുന്നത് അനുവാദം ഇല്ലാതെയാണ് ഞാൻ സ്നാനപ്പെട്ടതൊക്കെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ സ്നാനപ്പെടുന്നത്. അപ്പോൾ അതുവരെ CSI പാരമ്പര്യത്തിൽ മാത്രം നിന്നിരുന്ന എൻ്റെ മാതാപിതാക്കൾ, അതുവരെ അവർ CSI പാരമ്പര്യം മാത്രമേ ഉള്ളൂ, CSI സഭ പോയിട്ടുമില്ല. അവരങ്ങനെ ഒരു പാരമ്പര്യം കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഒരിക്കലും പോയതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഇരുന്ന അവർ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ സ്നാനപ്പെട്ടു എന്നറിഞ്ഞപ്പം അവർ പെട്ടെന്ന് തന്നെ CSI സഭയിലേക്ക് മടങ്ങി പോവുകയും അവിടെ പോയി അവിടെ കുടിശ്ശിക ഉണ്ടായിരുന്ന ദശാംശവും അങ്ങനെയെല്ലാം കൊടുത്ത് അവരവിടെ പേരെഴുതാൻ തുടങ്ങി, എൻ്റെ ഇളയ ബ്രദറും. അപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അച്ഛനും ഞങ്ങളുടെ വീട്ടിൽ വരും, എൻ്റെ പാസ്റ്ററും ഞങ്ങളുടെ വീട്ടിൽ വരും. ഇതായപ്പോഴത്തേക്കും ആകെ ഒരു പ്രശ്നം പോലെയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആരാധനയ്ക്ക് പോകാനായിട്ടുള്ള ഒരു സൗകര്യം വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ലഭിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലാണ് കർത്താവിനടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് ജോലി കിട്ടി. ഞാൻ വീട്ടിൽ നിന്ന്, അതായത് ഇടുക്കി ജില്ലയിൽ നിന്ന് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അവിടെ
അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ആത്മീയമായിട്ടൊക്കെ ഒത്തിരി എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലേക്കാൾ എനിക്ക് തോന്നുന്നു ഒത്തിരി പാസ്റ്റേഴ്സും സഭകളും ചർച്ചുകളും ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടായ്മ കിട്ടി. അവിടെ കൂട്ടായ്മ കിട്ടി, ഞാൻ റെഗുലർ ചർച്ചിൽ പോകാൻ തുടങ്ങി. ആത്മീകമായിട്ട് ഒത്തിരി വളർച്ച പ്രാപിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോലിയുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1-2 തവണ കർത്താവിൻ്റെ ആലോചന, ദൈവിക ആലോചന എനിക്ക് കിട്ടി. ദൈവദാസന്മാരിൽ കൂടെ നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ ദൈവവേല ചെയ്യണം എന്നുള്ളൊരു. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയ സമയമായതുകൊണ്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതുകൊണ്ടും വിവാഹപ്രായമൊക്കെ ആകാൻ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമൊക്കെ കണ്ടുപിടിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ജോലി വിടാൻ തയ്യാറായില്ല. അപ്പോൾ ദേവദാസന്മാർ 2 പേരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് അനേക ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിന്നെ ദൈവം അയക്കും, നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞാൻ അന്നേരം ചെവിക്കൊണ്ടില്ല. അപ്പോൾ നമുക്കന്ന് ജോലി അത്യാവശ്യമായതുകൊണ്ട് ജോലി വിടാനും തയ്യാറായില്ല, അങ്ങനെ ഒരു സമർപ്പണത്തിനും തയ്യാറായില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് വളരെ അത്ഭുതകരമായിട്ട് തലനാരഴിക്കെന്ന് പറഞ്ഞ പോലെ ഞാൻ രക്ഷപ്പെട്ടെങ്കിലും എൻ്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞുപോയി. അങ്ങനെ കന്യാകുമാരി അവിടെ മാർത്താണ്ഡത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി അവിടെ കിടക്കുമ്പോൾ, അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പാസ്റ്റേഴ്സ് ഹോസ്പിറ്റലിലും നമ്മൾ ബസ് സ്റ്റാൻഡിലും എവിടെയാണോ അവിടെ എല്ലാം ഇങ്ങനെ ലഘുലേഖയായിട്ട് ഇങ്ങനെ പാസ്റ്റേഴ്സ് ഇങ്ങനെ നടക്കും. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ കുറേ പാസ്റ്റേഴ്സ് ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. അവർ അങ്ങനത്തെ ഒരു മിനിസ്റ്റർ ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു പ്രായമുള്ള ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അടുത്തിരുന്നിട്ട് പറഞ്ഞു, മോളെ, നീ പലതവണ കർത്താവിൻ്റെ ആലോചന കേട്ടു, പക്ഷെ നീ അനുസരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. അനുസരിക്കാതെ ഇങ്ങനെ, പക്ഷേ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമായിരിക്കും കർത്താവ് നിന്നെ രക്ഷിക്കുന്നതിനായിട്ട് നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ നീ കർത്താവിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ ഇപ്പോഴെങ്കിലും തയ്യാറാകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഞാൻ അതിന് തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഇതിനെപ്പറ്റി വീണ്ടും ചിന്തിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു. ദൈവമേ, നിൻ്റെ ഹിതം എന്തോ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, എനിക്കായിട്ട് ഇനി ഒരു തീരുമാനവും ഇല്ല. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നു മുതൽ ആ ഒരു വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റേതായ ഒരു ഡിസിഷനും ഇനി ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പം ബീഹാറിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസൻ്റെ ഈ വിവാഹാലോചന കടന്നു വരുന്നത്. അങ്ങനെ വിവാഹാലോചന വന്നു. അപ്പോൾ അതിന് മുമ്പേ തന്നെ കർത്താവിൻ്റെ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം വന്ന ഒരു ആലോചനയാണെന്ന് മനസ്സിലാവുകയും ആ വിവാഹബന്ധത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ 2007 വിവാഹം കഴിഞ്ഞു. ഞാൻ ദേവദാസിൻ്റെ കൂടെ ബീഹാറിലേക്ക് കടന്നു വന്നു. ബീഹാറിൽ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഇവിടെ അന്ന് കറണ്ടില്ല. അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ വില്ലേജ്, ഇപ്പോഴും ആ വില്ലേജ് തന്നെയായത്. അന്ന് ഇവിടെ കറണ്ടില്ല. അപ്പോൾ ഞങ്ങൾ 4 വർഷത്തോളം കറണ്ടൊന്നും ഇല്ലാതെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാലോ കറണ്ടില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ പിന്നീട് കർത്താവിന് വേണ്ടിയിട്ട് ഒരു സമർപ്പണാവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും വലിയ പരാതിയായിട്ട് തോന്നിയില്ല. അതിലും വലിയ വേദനാജനകമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി അന്ന് ദേവദാസൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അദ്ദേഹം 12-13 വർഷമായിട്ട് ഇവിടെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ വേല ചെയ്തിട്ടുള്ള പറയുന്നത് ഇതിൻ്റെ ഒരു ഫലവും നമുക്ക് കാണാനില്ല. എത്ര നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഫീൽഡിൽ പോവുകയോ സുവിശേഷം പറയുകയോ ലഘുലേഖ ചെയ്യുകയോ കൊടുക്കുകയോ അങ്ങനെ എത്ര നമ്മൾ അധ്വാനിക്കുന്നു, അതിൻ്റെ ഒരു ഫലവും കാണാത്തൊരു സ്ഥലമായിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി അത് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ സുവിശേഷം പറഞ്ഞ് ഒരാളെങ്കിലും ഒന്ന് വിശ്വാസത്തിൽ വരണം, ആരെങ്കിലും ഒന്ന് കർത്താവിനെ അറിയണം. അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല ഇവിടെ. പിന്നെ പകുതി ആളുകളെന്ന് പറയുന്നത് നമ്മൾ മിഷണറീസ് ആണെന്ന് അറിയുമ്പോഴത്തേക്കും അവർ നമുക്ക് ചെവി തരത്തില്ല. അതായത് സുവിശേഷത്തിന് വേണ്ടിയിട്ട് കൊട്ടി അടയ്ക്കപ്പെട്ട കാതുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു 3-4 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു പ്രയോജനം കാണാതെ വന്നപ്പോൾ നമുക്ക് ആകെ നിരാശയായി. അപ്പോൾ ആ നിരാശ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുന്നത്, നമുക്കറിയാലോ ഞങ്ങൾ യങ് മാരീഡായിട്ടുള്ള ആളുകൾ. അപ്പം നമുക്ക് ആ ഒരു വർക്ക് എനർജിയൊക്കെ ചെറുപ്രായത്തിൽ ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മൾ ഒത്തിരി ഓടുക, ഒത്തിരി അധ്വാനിക്കുക. അപ്പോൾ
അങ്ങനെ ഒരു ഫലപ്രാപ്തി കാണാതെ വന്നപ്പം ദേവദാസനാണെങ്കിലും ഒത്തിരി നിരാശപ്പെട്ടു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നും മിക്കവാറും അങ്ങ് ഉപവാസമാണ്. ഓരോ വിഷയത്തിനും അങ്ങ് ഉപവാസം എടുക്കുന്നു, അങ്ങനെ ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. ആ ഭ്രാന്ത് പിടിച്ച ആളിന് വർഷങ്ങളായിട്ട് ഭ്രാന്തുണ്ട്. ഇയാളുടെ ഭ്രാന്തിൻ്റെ അവസ്ഥ കാരണം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പം ഇയാൾക്ക് ഇങ്ങനെ ഭ്രാന്തളകി കഴിഞ്ഞാൽ ഇയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. വഴിവക്കത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ആൾക്കാരുടെ മേൽ തുപ്പും, കല്ലെടുത്തെറിയും, വസ്ത്രമെല്ലാം ഇങ്ങനെ കീറിപ്പറിഞ്ഞൊരവസ്ഥയിൽ. പക്ഷേ ഒരു 3 ആഴ്ച നമ്മുടെ ദേവാലയത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ്, പള്ളിയിൽ വന്നു കഴിഞ്ഞ് ഇയാൾക്ക് പതിയെ സൗഖ്യം വരാൻ തുടങ്ങി. ആദ്യ ആഴ്ച ഇയാൾ വന്നു, പിറ്റേ ആഴ്ച വന്നു കഴിഞ്ഞപ്പം ഇയാൾ താടി മുടിയൊക്കെ ഷേവ് ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുളിച്ച് ഒക്കെ വന്നു. അപ്പോൾ ഒത്തിരി വ്യത്യാസം അയാളിൽ വരാൻ തുടങ്ങി. അങ്ങനെ 3-ാമത്തെ ആഴ്ചയായപ്പോൾ ഇയാൾ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടൊരു വിടുതൽ ദൈവം കൊടുത്തു. ഇയാൾ എഴുന്നേറ്റ് നിന്ന് കരയുക, പൊട്ടിക്കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ഭാര്യയെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അതായത് ഒരു സുബോധത്തിലേക്ക് ഇയാൾ തിരിച്ചു വന്നു. അപ്പം ഞാനും ദേവദാസന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ദൈവത്തിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ വിശ്വാസത്തിലേക്ക് വരും. കാരണം അവരുടെ മാതാപിതാക്കളാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ട് അവരുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരൊക്കെ അവരുടെ അതേ കുടുംബക്കാരാ, അവരും വളരെ കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ട്. അപ്പോൾ ഇയാളും വിശ്വാസത്തിൽ വരുമെന്നൊക്കെ നമ്മുടെ കണക്ക് കൂട്ടൽ. പക്ഷേ നിർഭാഗ്യവശാൽ അയാളും വിശ്വാസത്തിൽ വന്നില്ല, അയാളുടെ മാതാപിതാക്കളും വന്നില്ല, ആരും വന്നില്ല. ഇയാൾ സൗഖ്യം പ്രാപിച്ചു, ഇയാൾ പോയി. അപ്പോൾ എനിക്കും നിരാശയായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പാടുപെട്ട ഒരാളെ സുവിശേഷം പറയുന്നതും എടുക്കുന്നതും അങ്ങനെ ഒരു സൗഖ്യത്തിലേക്ക് അയാൾ കടന്നു വന്നു. പക്ഷേ ദൈവത്തെ അറിയാനായിട്ട് കൂട്ടാക്കിയില്ല. അപ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അങ്ങനെ ചിന്തിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് സൗഖ്യപ്രധാനനായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സുവാർത്ത ആ ഗ്രാമത്തിൽ എത്തിയതായാലും ആ ഒരു ഭ്രാന്തൻ്റെ സൗഖ്യത്തിലൂടെ. വീണ്ടും കുറച്ച് നാളും കൂടെ ഞങ്ങളിങ്ങനെ ഉപവാസവും പ്രാർത്ഥനയായിട്ടൊക്കെ കഴിഞ്ഞുകൂടി. ഒരു 2011, 2012 ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപവാസം എടുത്ത സമയങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ ഉപവാസം എടുക്കുന്ന ഡേറ്റുകളൊക്കെ ഇങ്ങനെ ഡയറിയിലൊക്കെ എഴുതി വെക്കും. ലാസ്റ്റ് ഇയർ എൻഡ് ആകുമ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ നോക്കും, എത്ര ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്നു, എത്ര ദൈവം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതും. അങ്ങനെ നോക്കിയപ്പോൾ 2011 200 ദിവസം ഞങ്ങൾ ഉപവാസമാണ്. 200 ദിവസം ഉപവാസം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ ഒന്നിരാട ദിവസങ്ങളിൽ ഉപവാസമായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഇത്ര നമ്മൾ ഉപവാസം എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ, ആ ഒരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കും അതിനുശേഷമുള്ള വർഷങ്ങളിൽ വളരെ ഒരു വലിയ കൊയ്ത്ത് ദൈവം ഞങ്ങൾക്ക് തരാനിട്ടിടയായി തീർന്നു. ആരും വിശ്വാസത്തിൽ വരുന്നില്ല, ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിരാശപ്പെട്ടിരുന്ന ആ സാഹചര്യങ്ങളിലേക്ക് കൂട്ടമായിട്ടുള്ള വിശ്വാസികൾ ഞങ്ങളുടെ സഭകളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴും ഞങ്ങളുടെ കൂടെ പാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് വിശ്വാസികളില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ പിന്നെ വിശ്വാസികൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വളരെ ഒരു മീൻകൂട്ടം ഇങ്ങനെ വരുന്ന പോലെയാണ് വരുന്നത്. അപ്പം പിന്നെ സഭയിൽ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ ഒരു വലിയ ഇത്. പക്ഷേ അപ്പോൾ നമുക്ക് വലിയൊരു ആത്മീയ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. നമ്മൾ എത്ര ഒറ്റപ്പെട്ടും നിരാശപ്പെട്ടും കഷ്ടപ്പെട്ടും വേദനിച്ചു ഇരുന്നു ആ ഒരു സാഹചര്യം മാറി വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് വന്നു. 2 ആൺകുഞ്ഞുങ്ങൾ ദൈവം ദാനമായിട്ട് തന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു അനുഗ്രഹത്തിലേക്ക് കയറി വന്നപ്പോൾ 2015 ശേഷമുള്ള വർഷങ്ങളെന്നൊക്കെ പറയുന്നത് മിനിസ്ട്രിയുടെ ഫീൽഡിൽ വളരെ ഒരു വലിയ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ കൂട്ടമായിട്ട് ഇങ്ങനെ ആളുകൾ വരുന്നു, സ്നാനമാണ്. അപ്പോൾ ചിലപ്പോൾ 120 പേര്, 114 പേര്, 110 പേര്, ഇങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷം, ആത്മീയമായിട്ട് നമ്മൾ വളരെ സന്തോഷത്തിലേക്ക് പോകുന്ന സമയങ്ങളാണ്. അതേപോലെ ചർച്ചുകളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. മാത്രം ഉണ്ടായിരുന്ന വർക്കുകൾ 20-22 സ്ഥലത്തേക്ക് നമ്മൾ വ്യാപിപ്പിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, സഭകളെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധരിക്കരുത്. കാരണം നാട്ടിലൊക്കെ ഉള്ള വലിയ സഭകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ രീതിയിൽ വെൽ കൺസ്ട്രക്ട് ചെയ്ത് AC ഒക്കെ പിടിപ്പിച്ച് അങ്ങനെയുള്ള ചർച്ചുകളല്ല ഇവിടെ ബീഹാറിലുള്ളത്. നമ്മുടെ സഭകളെന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച് വളരെ എളിയ തോതിൽ നിർമ്മിച്ച സഭകളാണ്. പക്ഷേ സഭകളുടെ പ്രത്യേകത അതിനകത്ത് നിറച്ച ആളുകളുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രത്യേകത അതിനകത്ത് സന്തോഷം എന്ന് പറയുന്നത് എളിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാക്സിമം ഒരു
3 ലക്ഷം രൂപയാണ് ഒരു ഇത് പണിയാനായിട്ട് നമുക്ക് ചിലവ്. പക്ഷേ അതിന് നിറച്ച് ആത്മീയമായിട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം നിഷ്കളങ്കരായ ജനങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മുടെ ആത്മീയമായ സന്തോഷം. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കൊണ്ടുവരികയും മിനിസ്ട്രിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാ ഒരു രീതിയിലേക്ക് നമ്മൾ ഒരു സഭയുടെ ഒരു ക്രമീകരണത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ 2020 വരുന്നത്. അപ്പോൾ 2020 കടന്നു വന്നു. നമുക്കറിയാം, മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ആദ്യ ലോക്ക്ഡൗൺ തുടങ്ങി, കോവിഡ് വന്നു. അങ്ങനെ ആ ലോക്ക്ഡൗണിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മളെപ്പറ്റി തന്നെ ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമായിട്ട് നമ്മൾ വിശ്വാസികളെല്ലാവരും കണ്ടത്. അതേപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളും വളരെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വചനധ്യാനത്തോടെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന ആ ഒരു ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞു. പിന്നീട് 2021 കയറി. 2021 ജനുവരി മാസമായി. 2021 ജനുവരി മാസമായപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ വ്യക്തിഗത പ്രാർത്ഥനയിൽ ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ ആവശ്യപ്പെട്ട് ഇങ്ങനെ കരയുക. അപ്പോൾ എനിക്കൊരു വളരെ ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഒരു കൃപാവര ശുശ്രൂഷ എനിക്ക് വേണം. അപ്പോൾ കൃപാവര ശുശ്രൂഷ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം, ഞങ്ങൾ ഈ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഒന്നും അറിയില്ല പറയാൻ. ബീഹാറിലെ ഏറ്റവും വലിയ നമുക്ക് മിനിസ്ട്രി ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവരുടെ നിരക്ഷരത തന്നെയാണ്, ഇല്ലിറ്ററസി. അപ്പോൾ അത് ഇവരോട് നമ്മൾ എത്ര രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ മനസ്സിലാകത്തില്ല. ഹിന്ദിയും അറിയില്ല, അവരുടെ ആ വീട്ടിലുള്ളിൽ സംസാരിക്കുന്ന ആ ഒരു ദേശീയ ഭാഷയുണ്ട്, അതല്ലാതെ ഇവർക്ക് ഒരു ഭാഷ അറിയത്തില്ല. പക്ഷെ അവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്കൊരു കരകയറ്റം, അതായത് ഒരു മിറക്കിൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ ഇവരെന്ത് ചെയ്യത്തുള്ളൂ, കർത്താവിനെ അറിയത്തുള്ളൂ. അതെൻ്റെ ഒരു ധാരണയാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്നോട്ടെ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു കൃപാവര ശുശ്രൂഷ വേണം. അപ്പോൾ ഈ 2021 ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക ജനുവരിയിൽ. അപ്പം എൻ്റെ വിചാരം എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ ദൈവം ഇത് കർത്താവ് എനിക്ക് തരും. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2020 നമ്മൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് നമുക്കൊരു പ്രാഗൽഭ്യം ചിലപ്പോഴൊക്കെ വരും, കർത്താവിൻ്റെ സന്നിധിയോട് നമ്മൾ ഒത്തിരി അടുത്തായിരിക്കുമെന്ന്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രാഗൽഭ്യം വന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു കൃപാവര ശുശ്രൂഷ തരണേ. അപ്പോൾ എൻ്റെ വിചാരം എന്നറിയാമോ, ദൈവം ഇപ്പം തന്നെ എനിക്ക് തരും. കാരണം ദൈവത്തിനോട് ഞാൻ ഒത്തിരി അടുത്തായിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയാണ്, അല്ലെ പ്രിയ മകൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു മറുപടിയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ, നീ എന്താ പറയുന്നത്, നിനക്ക് വിശ്വാസമുണ്ട് എന്ന് നീ പറയുന്നു, എനിക്കോ പ്രവർത്തികളുണ്ട്, പ്രവർത്തികളില്ലാത്ത നിൻ്റെ വിശ്വാസം എനിക്ക് കാണിച്ചു തരിക. അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. പിന്നീട് ഞാൻ അതിൻ്റെ കുറേ റെഫറൻസ് എല്ലാം എങ്ങനെ നോക്കി ഇതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്നാന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, നീ നിൻ്റെ വിശ്വാസം എൻ്റെ മുൻപാകെ തെളിയിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അതിന് വേറെ റെഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവർത്തികളെ, അതായത് നിൻ്റെ വിശ്വാസത്തെ നീ തെളിയിക്കേണ്ടിയിരിക്കുന്നു അന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയായി. കാരണം ഇനിയിപ്പോൾ എന്ത് വിശ്വാസമാണ് തെളിയിക്കാനുള്ള? വീട് വിട്ടു, നാട് വിട്ടു, ജോലി വിട്ടു, കർത്താവിന് വേലയ്ക്കാന്ന് പറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് വന്നു, ഇത്രയും നാളായിട്ട് കർത്താവിന് വേലയ്ക്ക് ചെയ്യുന്നു. അപ്പം അതൊരു യോഗ്യതയായിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് നീ പറഞ്ഞാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, സന്നിധി തെളിയിക്കുകയും കൂടെ വേണം. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ ഉള്ളിലൊരു കത്തൽ പോലെ, ഒരു ബേൺ ചെയ്യുന്നത് പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ പിന്നീട് ആ ഒരു വചനം എനിക്ക് തന്നു കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞെങ്കിലും വീട്ടിൽ പോയിരുന്ന് ആലോചിക്കുന്നു, കറിക്കരിയുമ്പോൾ ഇത് ആലോചിക്കുന്നു. എപ്പോഴും ഇത് തന്നെ എൻ്റെ ചിന്ത, എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞത്, എന്തിനാ ഇനിയിപ്പോൾ ഞാൻ എന്നെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകുന്നു? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്താ പറയുന്നത്, വേർപിരിക്കുന്നത് ആരാ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇനിയിപ്പം എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വിശ്വാസം ഇല്ല എന്ന് പറയുന്നത്? അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഏതായാലും കുറച്ച് ദിവസം കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ നടന്ന് എനിക്ക് ആ ഒരു പ്രയാസമായി. ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും
കോവിഡിൻ്റെ സെക്കൻഡ് വേവ് കടന്നു വരാൻ തുടങ്ങി. കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വളരെ ഏപ്രിൽ മാസമൊക്കെ മുതൽ ഒരുപാട് ആളുകൾക്ക് കോവിഡ് പകരുന്നു, അങ്ങനെയുള്ളൊരിത്. അങ്ങനെ ദൈവദാസന് പനി വന്നു, എനിക്ക് പനിയായി. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ദേവദാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഈ സമയത്ത് ഞങ്ങളുടെ കിഷൻഗഞ്ചിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ റെജി ജോർജിനോടും കുടുംബത്തോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അവരുടെ കുടുംബത്തിലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതിരിക്കുമ്പോഴാണ് ആ ദേവദാസൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് കോവിഡായിട്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ അവർ ആശുപത്രിയിലേക്ക് പോയി. അപ്പോൾ ആശുപത്രിയിലോട്ട് പോകുമ്പോഴൊന്നും എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന് കോവിഡാണ്, കുറയും എന്നുള്ളൊരിതിൽ. അപ്പോൾ എനിക്ക് കുറഞ്ഞു. 3-4 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പനിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്തു വന്ന ദേവദാസനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു, അദ്ദേഹത്തെ കയറി കണ്ടപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. ഒരു മാസ്ക് ഉണ്ട്, ബൈപ്പാപ്പ് മാസ്ക് എന്ന് പറയുന്നത്, അത് വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിട്ട് വെളിയിലിറങ്ങിയിട്ടപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ആകാംക്ഷ തോന്നി, ഡോക്ടറോടൊന്ന് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി എന്തുവാന്ന് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ ആകെ സ്ട്രെസ് അടിച്ചിരിക്കുക, കോവിഡ് രോഗികളെ മുഴുവൻ വാർഡ് നിറച്ച്. ഞാൻ ചെന്നതേ എന്നോട് ചോദിച്ചു, ജെയിംസിൻ്റെ വൈഫാണ്. ഞാൻ പറഞ്ഞു അതെ. എന്നോട് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, ദേവദാസിനെ അദ്ദേഹത്തെ കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്നോട് പറയുക. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല, അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല, കാരണം അദ്ദേഹം ഒന്നും കേൾക്കാനുള്ള അവസ്ഥയിലും അല്ല. കാരണം ഈ രോഗികളെല്ലാം കണ്ട് ആകെപ്പാടെ അയാളും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ പോയി ഒരു വൈകുന്നേരം സമയമൊക്കെ ആയി കാണും. കഥ അടച്ചിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കര നിലവിളിച്ച് എത്ര മണിക്കൂർ കരഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ കരയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്ന കാര്യം എന്നു പറഞ്ഞാൽ, അപ്പോൾ അതുവരെ ഈ ബീഹാറിൽ ഞാൻ താമസിച്ചപ്പോഴൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇവിടെ ഈ ബീഹാറിൽ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് നശിച്ചു പോകും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ബീഹാറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരുമുണ്ട്, അതിങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ ചാർത്തി വെച്ചിരിക്കുന്നൊരു പേരാണ്, ദ ഗ്രേവ് യാർഡ് ഓഫ് ദ മിഷൻസ് ആൻഡ് മിഷണറീസ് എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട് ബീഹാറിന്. അപ്പോൾ ഞാൻ പറഞ്ഞു മിഷണറിമാരുടെ ശവപ്പറമ്പെന്ന് പറഞ്ഞിങ്ങനെ ഒരു പേരും കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തോ കാര്യം? ഇതിങ്ങനെ പിശാച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു പേരാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ മരിച്ചു പോവുകയും ഇങ്ങനെ നല്ല പ്രായത്തിലില്ലായ്മ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡ് അന്നേരം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് കൂടുക. ആ വഴക്ക് കൂടിയിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ മിനിസ്ട്രി ഇല്ലെന്ന് പറഞ്ഞാൽ ട്രൈബൽസ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും ഒന്നും അറിയത്തില്ല. നമ്മൾ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ല, എഴുത്തും വായന അറിയത്തില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുന്നത്. എലിയൊക്കെ ചുട്ടു തിന്നുന്ന ആളുകൾ, അപ്പോൾ ഫാസ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുടെ ഇടയ്ക്ക് നമ്മൾ പോയി യേശു ക്രിസ്തു എന്നൊരു ആളിനെ, അതായത് നമുക്കൊരാളല്ല, നമ്മുടെ ദൈവമാണ്, കർത്താവാണ്, പക്ഷേ അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു തേർഡ് പേഴ്സണെ നമ്മളൊരാളൊക്കെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അതേപോലെ ഇയാൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്, ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം മറുപടി തരും, സൗഖ്യദായകനാണ്, നമുക്ക് കർത്താവ് രക്ഷിതാവാണ്, നമ്മളെ പാവത്തിൽ നിന്ന് മോചിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ആ മുഖം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാണ് ഈ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എനിക്ക് പിന്നെ അവരോടൊന്നും പറയാൻ ഇല്ല. അപ്പോൾ ഈ ഡെഡ് ബോഡിയായിട്ട് ഞാനിങ്ങനെ എങ്ങനെ പോകും? കാരണം വിശ്വാസികളോട് എനിക്കൊന്നും പിന്നെ പറയാനില്ല. കാരണം അവർ ചോദിക്കും, നിൻ്റെ ദൈവം നിന്നെ രക്ഷിച്ചില്ലേ, സൗഖ്യം തന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ പിടിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാനും മരിക്കും. അപ്പം ഞാൻ പറയുക കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും മരിക്കും. കാരണം പിന്നെ എനിക്ക് ഒരു യോഗ്യതയില്ല പിന്നെ. അപ്പം ഞാനിങ്ങനെ അയാളുടെ ആ ഒരു പ്രാണനെ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ രക്ഷിച്ചെടുക്കാനായിട്ട് കർത്താവിനോടാകുന്ന ഇങ്ങനെ വാഗ്വാദം നടത്തുക. അങ്ങനെ വാഗ്വാദം നടത്തി ഒരു രാത്രി 2 മണിയായി കഴിഞ്ഞ് കാണും. അപ്പോഴും ഞാനിങ്ങനെ മുട്ടുമ്പോൾ തന്നെ ഇരിക്കുക കട്ടിലിന് താഴെ. അപ്പോൾ 2 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും
എൻ്റെ മേലേക്കൊരു പ്രകാശം ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് തോന്നി. പ്രകാശം വരുന്നത് പോലെയും എൻ്റെ അകത്തു നിന്നൊരു അന്ധകാരം വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത് ആദ്യം തോന്നിയതായിരിക്കും അത്, പക്ഷേ തോന്നിയതല്ല. എനിക്കത് പെട്ടെന്ന് ശരീരത്തിൽ ഫീൽ ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പം കർത്താവിൻ്റെ ഒരു മൃദു സ്വരം ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോഴെനിക്ക് വിശ്വാസം വന്നില്ല. കാരണം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും ബുക്കുകളിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ കർത്താവ് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ. വചനത്തിലൂടെ എനിക്ക് സംസാരിക്കുമായിരുന്നു, കർത്താവിനോട് വചനത്തിലൂടെ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കർത്താവ് ഇങ്ങനെ ഒരു ഇമ്പസ്വരം എൻ്റെ കാതിൽ ഇങ്ങനെ വന്നപ്പോൾ, ദേശത്തെ കുറിച്ച് നിനക്കുള്ള എരിവ് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന മുഴുവനും എൻ്റെ ഭർത്താവ് മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതെയാവും എന്നല്ല വിചാരിക്കുന്നത്. അപ്പോൾ ഈ മിനിസ്ട്രി എന്ത് ചെയ്യും, ഇപ്പോൾ ദൈവവേല ചെയ്യാൻ ഇനി ആരാ ഉള്ളത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഞാനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കമോ വാദമായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സ്വരം കേട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് കുറേ നേരം, അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഞാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർപ്പിക്കുവാനായിട്ടിടയായിരുന്നു. അപ്പോൾ സമയം കടന്നു പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കുറേ പ്രവചനങ്ങളായിട്ടും കുറേ ദർശനങ്ങളായിട്ടും എനിക്ക് തന്നു. ആ ഒരു പ്രെയർ കഴിഞ്ഞപ്പം എനിക്ക് വളരെ ബലമായി. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടും ഇങ്ങനെ വാടിത്തളർന്നൊക്കെ ഇരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു ബലം കിട്ടി. ആ ബലം കിട്ടിയപ്പോൾ ശരിക്കും അന്നേരം ഞാൻ വിചാരിക്കുന്നില്ല കർത്താവിൻ്റെ ദാസൻ എടുക്കപ്പെടുമെന്ന്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറയുന്നത് കർത്താവ് എല്ലാം അറിയുന്നുണ്ട്, അപ്പോൾ എന്നോട് സംസാരിച്ചല്ലോ, ഇനിയിപ്പം കർത്താവിൻ്റെ ദാസനൊന്നും സംഭവിക്കത്തില്ല, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഈ ഒരു എൻകൗണ്ടർ ഞാനും പരിശുദ്ധാത്മാവായിട്ട് നടത്തി കഴിഞ്ഞ് ഞാൻ വളരെ സ്ട്രോങ് ആയിത്തീർന്നു. അപ്പോൾ എന്നെ കണ്ടവരെല്ലാം ആർക്കാർക്ക് അത്ഭുതമാകാൻ തുടങ്ങി. എന്ത് പറ്റി, പിന്നിക്ക് എന്താ പറ്റി എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ പിന്നെ എന്നെ വിളിക്കുന്നവരോട് ഞാൻ ആശ്വാസം പറയുക, ഇല്ല അങ്ങനെയൊന്നുമില്ല, എല്ലാം നന്നായിട്ട് മാറും, അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് പറയുക. അപ്പോൾ ആളുകളെല്ലാം കരച്ചില്ല. ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടൊക്കെ ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം എന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒരുപാട് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ പല സഹോദരിമാരോടൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ പറയൂ, ആ ദാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചത് കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ആളുകളോട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞൊരു 3-4 ദിവസം കൂടെ കടന്നുപോയി. 3-4 ദിവസം കൂടെ കടന്നുപോയി. പക്ഷേ ദേവദാസിൻ്റെ നില ഒട്ടും കുറയാതെ ഇങ്ങനെ വഷളായി തന്നെ നിൽക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ കിട്ടി. അപ്പോൾ ഒരു ദേവദാസിന്, ഒരു പ്രായമുള്ള അപ്പച്ചൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, മോളെ നീ വളരെ ധൈര്യമായിട്ടിരിക്കണം എന്നോട് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ധൈര്യപ്പെട്ട് നിൽക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ കർത്താവിൻ്റെ ദാസന് അക്കരയുടെ നാട്ടിലേക്ക് പോകും, അദ്ദേഹം എന്നോട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുക, ഇല്ല, ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇവിടെ ഞങ്ങളും ഇല്ല, ഞങ്ങളുടെ മിനിസ്ട്രിയും ഇല്ല, അത് നിലനിൽപ്പില്ല, അങ്ങനെ സംഭവിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഈ വചനം കൈകൊണ്ടിനി എടുക്കത്തില്ല, ഈ വേദപുസ്തകം ഇനി തൊടത്തില്ല, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിശ്വാസിയായിട്ട് പോലും നിൽക്കത്തുമില്ല ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം അങ്ങ് ഫോൺ കട്ട് ചെയ്തു, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് അറിയാലോ എൻ്റെ മാനസികാവസ്ഥ വിഷമിച്ചിരിക്കുമായിരിക്കും എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കാകെ ഒരു അങ്കലാപ്പായി. അയ്യോ, ഞാൻ ഇത്രയും പ്രായമുള്ളൊരു ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. പക്ഷെ ഞാൻ എന്തോ പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ അവിടെ മുട്ടുകുത്തിയിരുന്നിട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ വന്നതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നോട് 3-4 മാസം മുമ്പ് ഇത് തന്നെയാണ് പറഞ്ഞ്, നിൻ്റെ വിശ്വാസം നീ തെളിയിക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ വന്നോടനെ എന്ത് ചെയ്തു, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഈ വചനം ഇനി എടുക്കത്തില്ല, ഈ നാമം ചൊല്ലി ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല, ഞാനൊരു വിശ്വാസിയായിട്ട് പോലും നിൽക്കത്തില്ല. ആ വിശ്വാസത്തെ എന്ത് ചെയ്തു, ഞാൻ ത്യജിക്കുന്നവളായി തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇത്രയും നാളും ഭയങ്കര പ്രാഗൽഭ്യത്തോടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാനായിട്ട് ഈ ലോകത്തിന് ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് മുട്ടിന്മേൽ നിന്ന് കർത്താവിനോട് ക്ഷമ ചോദിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ആ ഒരു
പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു. ദൈവമേ, ഇല്ല, ഞാൻ യോബ് പറയുന്ന പോലെ പറയത്തുള്ളൂ. എന്ത് പറഞ്ഞു? ദൈവം തന്നു, ദൈവം എടുത്തു, അത്രയോ. ദൈവം എനിക്കൊരു നല്ല ഭർത്താവിനെ തന്നു എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമ ചോദിച്ചു സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, നിൻ്റെ ഹിതം എന്തോ നിറവേറിക്കോട്ടെ എന്ന് പറയാനായിട്ട്. ഇപ്പം ഞാൻ തന്നെ അതിനുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ തന്നെ മാറി എന്നാണ് പറയാം. അപ്പോൾ ഞാൻ പറയുക, കർത്താവിൻ്റെ ഹിതം നടന്നോട്ടെ, കർത്താവിൻ്റെ ഇഷ്ടത്തിൽ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ദേവദാസനും ശരീരത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ അദ്ദേഹത്തിന് പ്രാണന് വേണ്ടി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ കർത്താവിനോട് ഒത്തിരി ദയ ചെയ്തു. അതെന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മാനസിക തലത്തിലേക്ക് എത്തുന്നത് വരെ ദൈവം എന്നോട് ദയ ചെയ്തു. അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സ്വയമായിട്ട് ഞാനൊരു ഏൽപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വിശ്വാസത്തിൽ പിന്നീടൊരു എന്താ പറയുന്നത്, ഉറച്ചു നിൽക്കാൻ കഴിയാതെ വന്നേനെ. അപ്പോൾ ദൈവത്തിനറിയാം, നമുക്കറിയാം, നമ്മളെ ദൈവം ഹൃദയം നന്നായി അറിയുന്ന ദൈവം. അപ്പോൾ ദൈവമെല്ലാം എന്താ പറയുന്നത്, എന്നോട് ദയാപൂർവമായി ചെയ്തത്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ഒരു സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനിടയെത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു, ദൈവസന്നിധിയിലേക്ക് പോയി. ആ ഒരു സമയത്ത് ദൈവത്തിന് വളരെ ഒരു ബലം എൻ്റെ മേൽ വരാൻ തുടങ്ങിയപ്പോൾ വളരെ കർത്താവിൻ്റെ ഒരു പ്രത്യാശയാൽ എന്നെ നിറയപ്പെട്ടു. കർത്താവ് വളരെ ഒരു ബലത്തോടെ എന്നെ നിർത്തി ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ പാറ്റ്നയിലുള്ള ദേവദാസന്മാർ, അതേപോലെ ബീഹാറിലുള്ള ഒരു ക്രിസ്ത്യൻ ലീഡേഴ്സ്, അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു. അപ്പോൾ അവരുടെ കുടുംബക്കാർക്കോ നാട്ടിലുള്ള ആർക്കുമോ ഇങ്ങോട്ട് കടന്നു വരാൻ മേലാത്ത രീതിയിൽ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു കുടുംബം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ഇദ്ദേഹത്തിന് ഇങ്ങനെ സുഖമില്ലാതാന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഉള്ളവർ അനേക ആളുകൾ, നമ്മുടെ പാസ്റ്റേഴ്സുകൾ, അനേക സംഘടനയിലുള്ള ലീഡേഴ്സ്, അവരൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയോടൊക്കെ എന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അങ്ങനെയാണ് റക്സോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. അത് കഴിഞ്ഞ് പാറ്റ്നയിലേക്ക് ഇദ്ദേഹത്തിന് ഫ്യൂണറലിന് വേണ്ടി അവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെ ഇടയായിത്തീർന്നു. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെ അദ്ദേഹത്തിന് ലഭിക്കാൻ ഇടയായിത്തീർന്നു. കാരണം ബീഹാറിലെ ഒരു മിഷണറി ആയിട്ട് കടന്നു വന്ന അദ്ദേഹത്തിന് അവിടെ ബീഹാറിലെ മിഷണറിമാരെ തന്നെ അടക്കുന്ന ഒരു സെമിട്രി തന്നെ ലഭിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെ വെച്ച് സംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കടന്നു വന്നു. ഞാനും കുഞ്ഞുങ്ങളും വീട്ടിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ ഹൃദയത്തിൽ പിന്നീട് ചോദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇനി എങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോകും, മിനിസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകും, അതിന് ആരെ ഏൽപ്പിക്കണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഏകദേശം 22 പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവരിൽ ആരെയെങ്കിലും ഒരാളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ആരാണ് അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി, ആരാണ്, അതെനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കൊരു ഗൈഡ് ലൈൻസ് നീ തരണം. അപ്പോൾ കരയുന്നുണ്ട്. ദേവദാസൻ പോയതിൻ്റെ വിഷമത്തിൽ ഒത്തിരി കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങളിങ്ങനെ ഞാൻ ചോദിക്കുക. ഞാനിങ്ങനെ ചെറുപ്പം തൊട്ടേ എനിക്കൊരു ഭയങ്കര അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ലിയറൻസ് വേണം. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, എന്തിനിങ്ങനെ ചെയ്തു, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയല്ല. പിന്നീട് ആദ്യമേ കർത്താവിനോട് പറഞ്ഞു തന്നിട്ട് വീണ്ടും എനിക്ക് സങ്കടം സഹിക്കാൻ മേലാതെ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്ന സകല ചോദ്യങ്ങൾക്കും എനിക്ക് ദൈവം മറുപടി തന്നു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്നു.
എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉപദേഷ്ടാവായിട്ടും നമ്മുടെ ടീച്ചറായിട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് പറഞ്ഞ് നമ്മളൊരു വചനം വായിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഉപദേഷ്ടാവായിട്ട് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് ആ ദിവസങ്ങളിൽ വളരെ അനുഭവസ്ഥയായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ലാസ്റ്റ് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു സമാധാനത്തെ നിറച്ചു. അപ്പോൾ ആ ദൈവികമായൊരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ അടുത്തോട്ട് വരുന്ന ആളുകളെ ഞാൻ ആശ്വസിപ്പിക്കുക. വളരെ ദുഃഖത്തിൽ അപ്പോൾ പാസ്റ്റേഴ്സ് ഉണ്ട്, ടൗണിലുള്ള മറ്റുള്ള പാസ്റ്റേഴ്സ് അവരുടെ ആൻറ്റിമാരൊക്കെ വരും, അവരെല്ലാവരും കരച്ചില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. പക്ഷെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു സമാധാനം തന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മുടെ ഹൃദയത്തിലൊരു സമാധാനം തന്നാൽ അത് നമ്മളിൽ നിന്ന് ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് നമുക്കൊരു സമാധാനം തരുന്നില്ല എങ്കിൽ 1000 പേര് നമ്മളെ ആശ്വസിപ്പിച്ചാലും ആ ആശ്വാസത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തതുമില്ല. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, പല ആളുകളും നമുക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ കർത്താവിങ്കിൽ നിന്ന് പിന്മാറിപ്പോകുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ പിന്മാറിപ്പോയെന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, പിന്നെ ഇങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും പുറകിലേക്ക് പിന്തിരിഞ്ഞ് ഓടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ ഓരോ യോബ് പറഞ്ഞതുപോലെ കർത്താവിങ്കിൽ നിന്ന് നമ്മൾ നന്മ മാത്രമേ ലഭിക്കൂ, അല്ലെങ്കിൽ തിന്മ വരാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഓരോരോ സമയങ്ങളുണ്ട് അതിനെല്ലാം. നമ്മൾ വളരെ സന്തോഷിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ കർത്താവിനോട് ചോദിക്കത്തില്ല, അയ്യോ ദൈവമേ ഇത്രത്തോളം നീ അനുഗ്രഹം എനിക്ക് തന്നു, എന്തിനാ തന്നേന്ന് ചോദിക്കാറില്ല. അല്ലെങ്കിൽ ഇത്രയും എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി തന്നു, എന്തിനാ ഇങ്ങനെ തന്നേന്ന് നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ രോഗമായിട്ടോ ഒക്കെ നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും, അയ്യോ ഇതെന്താ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ, ഞാൻ അങ്ങനെയല്ലേ, വിശ്വാസിയല്ലേ, ഞാൻ ദശാംശം കൊടുക്കുന്ന ആളല്ലേ, ദൈവവേല ചെയ്യുന്ന ആളല്ലേ, ഇങ്ങനെയെല്ലാം നമ്മൾ പറയാൻ തുടങ്ങും. പക്ഷേ ദൈവാത്മാവ് എന്നെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് എൻ്റെ കുറവുകളെല്ലാം കുറേ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതൊക്കെ എന്താ എങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ദൈവമേ ഇനി എന്താ, ഇനി ഇത് ഞാൻ ആരെ ഏൽപ്പിക്കും? കാരണം ഇത് ഒരുമാതിരി നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് ഞാൻ ആരെ ഏൽപ്പിക്കും എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ 3-4 വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരിൽ ആരെ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പെട്ടെന്ന് പറയുക, നീ തന്നെ അവരെ മേയിക്കണം എന്ന്. അപ്പോൾ ഞാൻ ശരിക്കും അതെനിക്ക് സർപ്രൈസായിപ്പോയി. കാരണം ഞാൻ അതുവരെ ദേവദാസനുള്ള സമയം വരെ അദ്ദേഹത്തിന് പുറകിലൊരു നിഴൽ പോലെ ഇങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. അല്ലാതെ ഒരു ലീഡർഷിപ്പിലേക്ക് കയറി വരുമോ, ചർച്ചിലൊക്കെ പോയാലും ഒരു സാക്ഷ്യം പറയുന്നതിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മുൻപിലേക്ക് പോയൊരു മെസ്സേജ് പറയുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എല്ലാത്തിനും അദ്ദേഹത്തിനെ സഹായിക്കും എന്നുള്ളതല്ലാതെ യാതൊരു കാര്യത്തിനും ഞാൻ പോകാറില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും. കാരണം എപ്പോഴും വീട്ടിലെ ആളുകളുണ്ട്, എപ്പോഴും ഗസ്റ്റുകളുണ്ട്, ഇപ്പോൾ ദേവദാസന്മാരുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ജോലി. അപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ ഞാൻ വചനം പഠിച്ചിട്ടില്ല, ഇത്രയും ജ്ഞാനിയായ അദ്ദേഹം ഒരു നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു, നല്ലൊരു ലീഡറായിരുന്നു. അത്രയും ഒരു നല്ല മനുഷ്യനെ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു, എന്നിട്ട് പിന്നെ ഒന്നും അറിയാൻ വയ്യാതെ നടക്കുന്ന എന്നെ പിടിച്ച് നീ ഇതേപ്പിച്ചിട്ട് ഞാൻ എന്തോ ചെയ്യും? എനിക്ക് വചനം അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, ആളുകളോട് സംസാരിക്കാൻ അറിയില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞു. എനിക്ക് വചനം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, നിൻ്റെ വായെ ഞാൻ വചനത്താൽ നിറയ്ക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഇവരെ കോർഡിനേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, ലീഡർഷിപ്പ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ദൈവം അതിനെനിക്ക് മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, എനിക്കിതിൽ നിന്നും ഒന്നും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ അന്നേരം അവിടെ ഞാൻ സമർപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, ആ ഒരു പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ഞാൻ പോയിട്ട് പക്ഷേ വീട്ടിലെത്തിയിട്ട് എനിക്കൊരു സമാധാനമില്ല. അപ്പം ഞാനിങ്ങനെ ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ വേറെ എന്തോ ചെയ്യും? ഇങ്ങനെയുള്ള വീണ്ടും ചോദ്യങ്ങളെല്ലാം ആയി കഴിയുമ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ വീണ്ടും എനിക്ക് സ്ട്രോങ് ആയിട്ട് ദൈവാത്മാവ് എനിക്കൊരു വചനം തന്നു. ഇടയനില്ലായ്ക കൊണ്ട് ആടുകൾ ചിതറിപ്പോയി,
ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായിത്തീർന്നു. എൻ്റെ ആടുകളെല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴന്നു നടന്നു. അവ ചിതറിപ്പോയി, ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു വചനം എനിക്ക് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് പറയാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ. കാരണം നമ്മൾ ഈ ഒരു കാര്യം ഇവരെ അന്വേഷിക്കാതെയോ നോക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാലുള്ള സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇല്ലാതെയായി മാറും. അത് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു പ്രയത്നം ഇല്ലാതെയായി പോകുമെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ആ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവാത്മാ വേറൊരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ കരയുക. അപ്പോൾ ദൈവദാസൻ മരിച്ചിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. ഞാൻ കരയുക. അപ്പോൾ ദൈവാത്മാ എന്നോട് പറഞ്ഞത് എന്തുവാ, എന്നെ സമയത്തിൻ്റെ വില. അപ്പോൾ നമ്മൾ ഏതൊരു സമയത്താണോ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ആ സമയത്ത് തന്നെ അത് നമ്മൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് താമസിച്ചുകൂടാ, ഈ കാര്യം ചെയ്യാൻ താമസിച്ചുകൂടാ. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, അന്നേരം ഈ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ സൂം മീറ്റിങ്ങിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവരെ സൂമിലൊരു മീറ്റിംഗ് വിളിച്ച് പെട്ടെന്നൊരു മിഷണറി മീറ്റിംഗ് വിളിക്കണം എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞപ്പോൾ എനിക്ക് സൂമിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പം ഒരു ദേവദാസൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ മോനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു സൂമ് വിളിക്കാനായിട്ട് മീറ്റിംഗ്. അന്ന് തന്നെ ഈവനിങ് രാത്രിയായപ്പോൾ ഞാനൊരു മീറ്റിംഗ് വിളിച്ച് 8 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ നമുക്ക് ഇന്ന് ഒരു സൂമിലൊരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വരണമെന്ന്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുള്ളൊരവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വളരെ ദുഃഖിതരായിട്ടിരിക്കുമോ. അപ്പം സൂം ഓൺ ചെയ്തത് ഇവരിന്ന് കരയുമോ എല്ലാവരും. അപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും ആൻറ്റി ഞങ്ങളോട് പറയാൻ പോകുന്നത്, എന്തോ പറയാനാ, ഒരു പക്ഷേ പിരിച്ചുവിടാനായിരിക്കും, സഭ നിർത്തുവാന്ന് പറയാനായിരിക്കും എന്നൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നു. അവർ പിന്നീട് എന്നോട് പറഞ്ഞതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനും മീറ്റിംഗ് വിളിച്ചെന്നുള്ളതല്ലാതെ എന്തോ ഇവരോട് പറയേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല ശരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ഈ മീറ്റിംഗ് വിളിച്ച് സൂം ഓൺ ചെയ്തിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേവദാസൻ ഇത്ര നാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നതിലും അതിൻ്റെ പരമാവധിയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്തു. ഇപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് ഇനി മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പ്രയാണത്തിൽ നിങ്ങൾക്കൊരു കൂടെ ആരും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ കൂടെ ഞാനിനി എല്ലാ കാര്യത്തിനും ഉണ്ട്. നിങ്ങൾക്കൊരു കുറവില്ലാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാനിട്ടിടയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷേ എങ്ങനെ ചെയ്യുമെന്നോ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് എവിടെ നിന്ന് വരുമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ സ്കൂൾ നടക്കുന്നില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സ്കൂളൊക്കെ അടച്ചിട്ടിരിക്കും. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള ഈ മിനിസ്ട്രിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഫീസ് തന്നെയാണ്. ഇപ്പോൾ സ്കൂളിലെ ഫീസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ മിനിസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്കൂള് ഡെവലപ്പായി വരുന്നതനുസരിച്ച് മിനിസ്ട്രി ഡെവലപ്പാക്കി എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യും. ഇപ്പോൾ സ്കൂൾ അടച്ചു കിടക്കുക, ഇൻകം ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു അവരോട്. അപ്പോൾ അവർക്ക് സമാധാനമായി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പം സാറ് ഇല്ലാത്തതുകൊണ്ട്, അപ്പോൾ ദേവദാസൻ ഇല്ലാത്തതുകൊണ്ട് ഇനി എൻ്റെ കൂടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനോ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആർക്കെങ്കിലും മനസ്സുകൊണ്ട് അതിന് താല്പര്യമില്ല, ഒരു ലേഡി നയിക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കാണുമായിരിക്കും. കാരണം കുറച്ച് ദേവദാസന്മാരൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അവർക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിലോ എന്നോർത്തന്നെ അങ്ങനെ പറഞ്ഞു. പക്ഷെ ആരും എന്നെ വിട്ടു പോയില്ല, എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നെന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പോൾ ദേവദാസി ഇതിന് ഞങ്ങൾ കൂടെ ഉണ്ട്. എന്നോട് പറഞ്ഞു. പിന്നെ അവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു ബലം തന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം അങ്ങനെ മുന്നോട്ട് മിനിസ്ട്രി നയിക്കാൻ തുടങ്ങി. ഒരു 3-4 ആഴ്ചയായി. അപ്പോൾ എനിക്ക് വളരെ ഒരു അയോഗ്യത ഫീൽ ചെയ്യുക. ഇപ്പോൾ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസക്കുറവ്. ഞാനിതൊക്കെ എങ്ങനെ ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ എപ്പോഴും ഞാൻ ഇത് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഇതിന് കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഉപവാസരിക്കുക. 7 ദിവസം ഉപവാസരിക്കുക. 7 ദിവസം ഉപവാസത്തിന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെ ഞാൻ ഇതിനെ മുന്നോട്ട് നയിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല, എങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് തരണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ ആദ്യം എന്നോട് പറഞ്ഞു,
നീ എൻ്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കണം, ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ ഈ ഉടമ്പടി വെക്കേണ്ടത്, ഇനി കർത്താവിനെ എന്താ ആഗ്രഹിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കും നാട്ടിൽ നിന്ന് നല്ല പ്രഷർ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളും ജ്യേഷ്ഠന്മാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, ബിന്നി ഇപ്പോൾ ഇനി അവിടെ നിൽക്കണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി പോരെ, സ്കൂളൊക്കെ അടച്ചു കിടക്കുമല്ലേ, നാട്ടിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ നിൽക്കണോ അതോ നാട്ടിലോട്ട് പോകണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം ദൈവാത്മാനോട് നീ ഒരു ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തോ ആയിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അറിയാതെ തന്നെ എൻ്റെ വായിൽ നിന്ന് ഞാനിങ്ങനെ പ്രൊക്ലെയിം ചെയ്യുവാണ്, ഞാൻ എൻ്റെ ജീവകാലം തീരുന്നവരെ, അന്തിമ ശ്വാസം നിൽക്കുന്നവരെ ഈ ബീഹാറിൻ്റെ മണ്ണിൽ ഞാൻ നിൽക്കും എന്ന് ഞാനിങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ ഞാൻ അന്ന് വരെ ബീഹാറിൽ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ എത്ര വർഷം നിൽക്കണോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ദൈവാത്മാവ് എന്നെ കൊണ്ട് അത് പറയിച്ചെന്നുള്ളതാണ്, നീ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇത് ഞാൻ ഉടമ്പടിയായിട്ട് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ മേയ്ക്കും, ഞാൻ നിന്നെ പോറ്റി പുലർത്തും എന്നിങ്ങനെ പറയും. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് എനിക്ക് കിട്ടി. ആ പ്രോമിസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ബലമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരു കാര്യത്തിലും എനിക്കൊരു തടസ്സവും വരത്തില്ല, കാരണം കർത്താവിൻ്റെ കൂടെ ഉണ്ട്. പ്രേക്ഷകരെ, അത് അന്ന് മുതൽ ഒരു വലിയ ഒരു മിറക്കിൾസ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. ദൈവം അത്ഭുതങ്ങളാൽ വഴി നടത്തും, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് എന്ന് എനിക്ക് പല സാഹചര്യങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ദൈവം നടത്തുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ഒരു അവസ്ഥ അന്നു മുതൽ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഉള്ളം കൈയിലൊക്കെ ഇങ്ങനെ വഹിച്ച് നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളതുപോലെ നിൻ്റെ പിന്നാലെ എന്നെ വലിക്കാന്നുള്ള ഒരു വചനമുണ്ട്. ആ വചനം എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഇതിങ്ങനെ ദൈവം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ദൈവം എന്നെ കൂടെ ഒരു ഗൈഡ് ലൈൻസ് തന്ന് നടത്താൻ തുടങ്ങി. ഓരോരോ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി. അതായത് ഞാൻ വിചാരിക്കും ഇന്ന കാര്യം എങ്ങനെ ചെയ്യും, ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണല്ലോ, എന്നെക്കൊണ്ട് ഇത് നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി സഭ വളരാൻ തുടങ്ങി. സഭ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പോൾ നമ്മുടെ കൂടെ 32 പാസ്റ്റേഴ്സുണ്ട്, വർക്കേഴ്സുണ്ട്. അതേപോലെ ചില ആളുകൾ ഒന്നിൽ കൂടുതൽ ഗ്രാമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 36 വില്ലേജിലാണ് നമുക്കിപ്പോൾ വർക്ക് നടക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ വളരെ അത്ഭുതത്തോടു കൂടി കർത്താവ് എന്നെ ഇതുവരെ നടത്തുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അപ്പോൾ ഈ ദൈവവേല ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡി ആയിട്ടിരിക്കുന്ന ആൾ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ദൈവദാസനുള്ള സമയം വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവദാസന്മാർ ചെയ്യട്ടെ, അപ്പോൾ അവരുടെ പുറകിൽ ഇങ്ങനെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് നമ്മളങ്ങനെ വലിയ ഒരു എന്താ പറയുന്നത് ദൈവവേല ഏറ്റെടുക്കുക അങ്ങനെയുള്ളതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് എന്നെ നയിച്ചു. പക്ഷേ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ കൂടെ പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സങ്കടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ ഭക്തിയോടെ ഇരുന്ന സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലെടുത്ത പല തീരുമാനങ്ങളും പല പല കാര്യങ്ങളും എല്ലാം സൗകര്യമായിട്ട് നമ്മൾ മറക്കും. അത് കഴിഞ്ഞ് ഈ കഷ്ടതയും പോരാട്ടവും ഇങ്ങനെയുള്ള ഓരോരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വലിയ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ. അപ്പോൾ കുറേ ആവശ്യങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ അത് അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി, കർത്താവെ അത് വേണം, കർത്താവെ ഇത് വേണം, കർത്താവെ ഇന്നത് വേണം, കർത്താവെ ഇന്നപോലെ ഇത് ചെയ്യണം, ഇങ്ങനെയെല്ലാം ഞാനും ഒരു 8-10 കാര്യങ്ങളുടെ ലിസ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി തന്നു, നമ്മൾ ഒരിക്കലെങ്കിലും ഈ വിശ്വാസ ജീവിതത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ പ്രയാണത്തിൽ കർത്താവിനോട് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല, ദൈവമേ നീ എന്നെക്കൊണ്ട് എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നു, അല്ലെങ്കിൽ സുവിശേഷ മേഖലയിൽ കടന്നു വന്നു,
നീ എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ആ കർത്താവിൻ്റെ ഹിതം എന്തോ അത് എന്നിൽ കൂടെ നിറവേറണമേ എന്നൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല, എന്നെ കേൾക്കുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചില്ല. പിന്നീട് ദൈവാത്മാവ് എന്നെ ഇത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്. കാരണം ദൈവത്തിങ്കിൽ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ, എന്നിൽ നിന്ന് അങ്ങോട്ടൊന്നും കൊടുക്കാനായിട്ട് പറ്റിയല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാക്സിമം ഇങ്ങോട്ടിങ്ങനെ നമ്മൾ കൂന്താലിയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ടിങ്ങനെ മേടിച്ച് ഇങ്ങോട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഞാൻ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, ഞാൻ എൻ്റെ ജീവനും എൻ്റെ പ്രാണനും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ സാമ്പത്തികവും അങ്ങനെ ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളും ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പിന്നീട് ഞാൻ ഇതും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, ആരെങ്കിലും ദൈവവേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എന്നെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഫണ്ടോ അല്ലെങ്കിൽ ഒരു പൈസയോ ഏൽപ്പിച്ചാൽ അത് ദൈവവേലയ്ക്ക് മാത്രം ഞാൻ വിനിയോഗിക്കും. ഇത് ഞാൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമാണ്. കാരണം എനിക്കോ എൻ്റെ മക്കൾക്കോ ചെലവിനോ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കോ ഉള്ള പണം എനിക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിൽ നിന്നുണ്ട്. പക്ഷേ മിനിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള ഒരു ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റുകയില്ലെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ബാനറുണ്ട്. അപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ചർച്ച് എന്നാണ് ആ സഭയുടെ പേര്. അവരോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാരണം എന്നു പറഞ്ഞാൽ അവർക്കറിയാം ഈ ബീഹാറിൻ്റെ മണ്ണിലേക്ക് വേറൊരാളെ ഇനി അയക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കടന്നു വന്ന് ഇവിടെ അവർ ഭാഷ പഠിച്ച് ഇവിടുത്തെ കാലാവസ്ഥയോട് യുദ്ധം ചെയ്ത് ഒരാൾക്ക് നിലനിന്ന് പോകാൻ പാടാന്ന് അവർക്കറിയാം. പക്ഷെ അവരെടുത്ത തീരുമാനം എന്നോട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ അവരെടുത്ത തീരുമാനം എന്തായിരുന്നു പറഞ്ഞാൽ ബിന്നി അതെല്ലാം നോക്കൂ എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ മിഷൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, ഞങ്ങളിത് ആദ്യം വന്നിട്ട് തീരുമാനിച്ചു വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു നന്ദി എനിക്ക് അവരോടുണ്ട്. കാരണം പല മുഖ്യധാര സഭകളും ചെയ്യാത്തൊരു കാര്യമാണ് അത്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മറ്റോ ഉള്ള ആളുകളൊക്കെ ഒരുപാട് പേരെ തഴയുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും അവർ ചെയ്തില്ല. അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുക. പക്ഷേ ഒരു സ്ത്രീയെ ഒരു സഭ നയിക്കുമ്പോൾ തന്നെ ഞാനൊരു പാസ്റ്ററല്ല, ഒരു പാസ്റ്റർഷിപ്പ് ഞാൻ ചെയ്യുന്നില്ല. ദൈവദാസന്മാരെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന വചനം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വചനം നൽകി അവരെ ധൈര്യപ്പെടുത്തുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്കാർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുക, പറ്റുമെങ്കിൽ അവരെ വീട്ടിലോട്ട് വിളിച്ച് 2 ദിവസം അവിടെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചയക്കുക. പ്രശ്നങ്ങളുണ്ടാകുമ്പം അവർക്ക് ഒരു പരിഹാരം ചെയ്യാനും അല്ലെങ്കിൽ ഒരു വിവാഹം, ഒരു മരണം, അങ്ങനെയുള്ള ഒക്കേഷനുകളിലൊക്കെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവരെ വിളിക്കുമ്പോൾ പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ള ആ ശുശ്രൂഷകൾ, മറ്റുള്ള ശുശ്രൂഷകളെല്ലാം പാസ്റ്റേഴ്സ് തന്നെ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ദൈവവേല ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് പുരുഷന്മാർ ചെയ്യുന്ന കൈവപ്പ് ശുശ്രൂഷയോ സ്നാന ശുശ്രൂഷയോ അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊന്നും ഞാൻ പങ്കെടുക്കാൻ ചെയ്യാറില്ല. കാരണം അങ്ങനെ ഒരു കാര്യം ഇതുവരെ ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ചിട്ടില്ല. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ അത് കോർഡിനേറ്റ് ചെയ്ത് അവരെ കൊണ്ടുപോവുക, മേയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുവരെ ദൈവം എന്നെ നടത്തി. എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺമക്കളാണ്. മൂത്ത മകൻ ഫെലിക്സ്, അവൻ 18 വയസ്സായി. അവനാണ് എന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്, കൂടെ വരുന്നതും ഒക്കെ. കുഞ്ഞാണ്. ഇപ്പം +2 എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇളയ കുഞ്ഞിന് 10 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ബ്രദർ 4 വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അവൻ യൂറോപ്യൻ കൺട്രീസിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പാസ്റ്റേഴ്സുണ്ട്. ബീഹാറിനെ ഓർത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ബീഹാറിനെ പറ്റി ഇങ്ങനെ ഒരു ശാപം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ബീഹാറിലേക്ക് കടന്നു വരണമെന്ന് അനേകം മിഷണറിമാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് നേരിട്ട് ഫീൽ ചെയ്തതാണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് 2 പാസ്റ്റേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റായപ്പോൾ അവർക്ക് വരാൻ തോന്നിയില്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ബീഹാറിലേക്ക് അനേകം മിഷൻസ് കടന്നു വരണമെന്ന്. മിഷൻസ് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻസ് കടന്നു വരണം. അനേക പാസ്റ്റേഴ്സിൻ്റെ പാദങ്ങൾ, ദേവദാസന്മാരുടെ പാദങ്ങൾ ഈ മണ്ണിൽ പതിയണം. അത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയം. കാരണം എന്നു പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു കടലിൽ നിന്ന് ഒരു മഗ് വെള്ളം കോരി അങ്ങനെ ഇരിക്കുമോ അത്രേ ഉള്ളൂ. കാരണം ഈ ബീഹാർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വാസ്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അതിൻ്റെ ഒരറ്റത്തോ അല്ലെങ്കിൽ ഒരു മൂലയിലോ പോലും ഞങ്ങളില്ല. എത്രയോ ആളുകൾ ദിനം പ്രതി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദൈവത്തെ അറിയാതെ, ദൈവനാമം അറിയാതെ, ദൈവനാമം കേട്ടിട്ട് പോലും ഇല്ലാതെ.
ആ ഒരു കാര്യത്തിൽ വളരെ ദുഃഖിതയാണ് ഞാനും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ബീഹാറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ബീഹാറിൽ വർക്ക് ചെയ്യുന്ന ദൈവദാസന്മാരെ നിങ്ങൾ ആരെങ്കിലും അറിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പേരെഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അനേക പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കൂടെയാണ് ഓരോ മിഷണറി കുടുംബങ്ങളും കടന്നു പോകുന്നത്. പലപ്പോഴും ബീഹാറിലൊക്കെ വർഷങ്ങൾ ചെലവഴിച്ചതിന് ശേഷം ദൈവവേല ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നാട്ടിൽ ഒരു ഭവനം ഇല്ലാത്ത അവസ്ഥയൊക്കെ അനേക ദേവദാസന്മാർക്കുണ്ട്, എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ അവരുടെ പേരൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഇനി പേരൊന്നും അറിയില്ലെങ്കിലും ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് അനേക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ സ്നേഹിക്കാനുള്ള കാരണത്തെക്കാൾ സ്നേഹിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷേ ദൈവത്തിന് വേണ്ടി സമർപ്പിതരായതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുള്ള വേല തികയ്ക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എന്നെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് നൽകി തന്ന ദേവദാസനോട് പാസ്റ്റർ ഡാനിയൽ ജോണിനുള്ള നന്ദിയും അറിയിക്കുന്നു. എല്ലാ അരോമ TV പ്രേക്ഷകർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹാലലുയ, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഹാലലുയ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹാലലുയ, അടിയന ദൈവമേ നൽകി തന്ന ഈ ദർശനപ്രകാരം ദൈവമേ ബീഹാറിലായിരിക്കാൻ ദൈവത്തിൻ്റെ കർത്താവെ അങ്ങയുടെ ഹാലലുയ വേലയെ ദൈവമേ എന്നെ കൊണ്ട് ആവത് ചെയ്യുവാൻ ദൈവടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ TVയിലൂടെ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തോടും ദൈവം ഇടപെടുമാറാകണമേ. കർത്താവെ, ഹാലലുയ, ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖിതരായോ നിരാശരായോ കർത്താവ് ഇരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ആ നിത്യസമാധാനം ദൈവമേ അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കണമേ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ ഹൃദയത്തിലെ കർത്താവ് ദൈവത്തിൻ്റെ ആ ദിവ്യ സമാധാനം ദൈവം ഓരോ പ്രിയപ്പെട്ട ഹൃദയത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം. ഈ ബീഹാറിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മിഷണറി കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കരുണ ചെയ്യണമേ കർത്താവെ. അങ്ങ് വരുവാൻ താമസമെങ്കിൽ അനേക കർത്താവെ ഓർഗനൈസേഷൻസിനെ അനേക പാസ്റ്റേഴ്സിനെ ദൈവമേ ദേശത്തേക്ക് അങ്ങ് അയക്കണമേ. അപ്പോൾ സ്തോത്രം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവം മനസ്സലിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ സിസ്റ്റർ ബിന്നി ജെയിംസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും കർത്താവിൻ്റെ ദാസിക്ക് പറയുവാൻ ഇടയായി. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി കർത്താവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് വിശ്വാസമില്ലാത്ത ഒരനുഭവത്തിൽ, ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ ഒരു നിരീശ്വരവാദ അനുഭവത്തിൽ ജീവിച്ചു വന്ന ഒരു പാരമ്പര്യം. മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും ദൈവമുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു ആ കാലയളവിൽ, പ്രത്യേകിച്ച് യൗവനകാലത്തിൽ ജീവിതത്തിലുടനീളം വലിയൊരു ചോദ്യമായിട്ട് നിഴലിച്ചു നിന്നത്. എന്നാൽ പിന്നത്തേതില് ദൈവം ഉണ്ടെന്ന് ബോധ്യമാവുകയും ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുക അല്ലെങ്കിൽ കീഴടങ്ങുന്ന ഒരനുഭവം ഉണ്ടായി. അനേക പ്രിയപ്പെട്ടവർ ഇന്നും നമ്മുടെ ഈ കാലയളവില് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം ഉണ്ടോ എന്ന്. പിന്നത്തേതില് അവര് ദൈവത്തിന് കീഴടങ്ങുകയും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങൾ നിരവധിയാണ് നമുക്ക് ഈ കാലയളവിൽ കേൾക്കാൻ കഴിയുന്നത്. പ്രിയ ബിന്നി സിസ്റ്റർ അതുപോലെ ചോദിച്ച പല ചോദ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് അവിടെ ഒരു സഹോദര കുടുംബത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയും ആ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനും ഇടയായി തീർന്ന ആ അനുഭവങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടെ വെച്ച് ലഭിക്കുകയും മാതാപിതാക്കന്മാരോടോ രക്തബന്ധങ്ങളോടോ ആലോചന ചോദിക്കാതെ കർത്താവിന് കീഴടങ്ങി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അടിയനിതാ എന്ന് മറിയ ദൂതന്റെ മുൻപാകെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ സമർപ്പിച്ച അവരനുഭവം. കർത്താവിനെ സ്വീകരിച്ചു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, ആത്മീയ കൂട്ടായ്മകളെ സംബന്ധിച്ചു. അതിനേക്കാൾ ഉപരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അവസരമുണ്ടായി.
പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിത അനുഭവങ്ങൾ സംഭവബഹുലമായ ജീവിതമായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്ന് പൊതുവെ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം വളരെ വ്യക്തമായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാപകരമായ ഒരു വാക്കാണ്. അത് പിശാചിനാല് അങ്ങനെ ഒരു വാക്ക്, ഒരു പദം മുദ്ര കുത്തപ്പെട്ടിരിക്കുക. കാരണം ഈ ഒരു പദം കേൾക്കുമ്പോൾ, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വടക്കേന്ത്യയിൽ പോകണമെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായാൽ പോലും പെട്ടെന്ന് ഈ ഒരു പദം അവരുടെ ഉള്ളിൽ വരികയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് 100 സംഭവങ്ങളുണ്ട്. വടക്കേന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെയും സഹിക്കാം, പക്ഷെ ഈ ബീഹാർ എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. കാരണം മിഷണറിമാരുടെ ശവപ്പറമ്പ്, എന്തിനാ അങ്ങോട്ട് പോയി ആ ശവപ്പറമ്പിൽ പോയി കിടക്കുന്നേ എന്നുള്ളൊരു ചിന്ത വരും. എന്നാൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അവിടേക്ക് തന്നെ പോകുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവകൃപ ചെയ്തു. പ്രിയ ജെയിംസ് പാസ്റ്റർ അതിന് മുന്നോടിയായിട്ട് ആ ദേശത്ത് കർത്തൃവേലയിലായിരുന്നു. തന്നോടൊപ്പം കുടുംബജീവിതം നയിക്കുവാൻ, ശുശ്രൂഷാമുഖത്ത് ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. എന്നാൽ ആ ദേശത്ത് പ്രിയ കർത്താവിന്റെ ദാസൻ തന്റെ വേല തികച്ച് അവിടെ നിന്ന് താൻ നിത്യതയ്ക്കായി കടന്നുപോയെങ്കിലും താൻ തുടങ്ങി വെച്ച, താൻ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഒന്നും നിന്നു പോകുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കാതെ, ആമേൻ, ആ ശുശ്രൂഷകളെ ഏറ്റെടുത്ത് ആ ഭാരം, ആ ഉത്തരവാദിത്വം, ആ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് ജീവിതകാലം മുഴുവനും ചെയ്യുവാനുള്ള താല്പര്യത്തോടുകൂടി പ്രിയ സിസ്റ്ററിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരികയും അതിനായി ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് നിരവധി ദൈവദാസന്മാരോട്, അനേക ആത്മീയ കൂടിവരവുകളോട്, അനേക ദൈവമക്കളോട് ഒരുമിച്ച് ബീഹാറിൽ കർത്തൃ ശുശ്രൂഷയിൽ ശക്തമായി നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ മുൻനിരയിൽ നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസിയുടെ നല്ല അനുഭവങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്തൃദാസന്റെ വേർപാടും അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ ആ ഒരു നഷ്ടവും ആ വിടവും നികത്തുവാൻ മറ്റാരെ കൊണ്ടും കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിന് ആമേന് ഒരു മറുപടിയായി ഇന്നും സിസ്റ്ററിനോട്, കുഞ്ഞുങ്ങളോട് കൂടെ നിൽക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ വിശാലമാകുവാൻ, ഏറെ മുന്നോട്ട് പോകുവാൻ, ശക്തമായി നേതൃത്വം കൊടുക്കുവാൻ കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളെയും സഹപ്രവർത്തകരെയും ദൈവം സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നല്ല, പകരം മിഷണറിമാരുടെ ഒരു വയൽ, ആമേൻ, എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ ദേശം ആമേൻ ഫലവത്തായി തീരുവാൻ, മിഷണറിമാരുടെ ഒരു മുന്തിരിത്തോപ്പായി ബീഹാറിനെ ദൈവം മാറ്റട്ടെ. എനിക്കറിയാം അനേക മിഷണറിമാർ, അനേക കുടുംബങ്ങൾ, ദൈവദാസന്മാർ ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആയിരിക്കുക. അനേക ആത്മാക്കൾ ആ ദേശത്ത് ഉണ്ട്. കർത്താവ് ശക്തമായ ദേശത്ത് മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം ആക്കിയിരിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി, സ്നേഹവും കടപ്പാടും പ്രിയ ബെന്നിസിനോട് അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടതിനപ്പുറത്തായി ബീഹാറിലെ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അനേക മിഷണറിമാര് കുടുംബമായി പാർത്തുകൊണ്ട് ശക്തമായ ശുശ്രൂഷയ്ക്ക് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ AC വെച്ച ഹോളുകളോ വലിയ കൊട്ടാര സൗധമായ മണിമാളികകളോ ഒന്നും അവിടുത്തെ മിഷണറിമാർക്കോ ദൈവജനത്തിന് ആരാധിക്കുവാനോ ഒന്നും ഇല്ലെങ്കിൽ പോലും 4 തൂണ് നിർത്തി മണ്ണുകൊണ്ട് തേച്ച് കെട്ടിയുണ്ടാക്കിയ ചെറിയ 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 കുടിലുകളിൽ താമസിച്ചുകൊണ്ട്, ചെറിയ ചെറിയ ഷെഡുകളിൽ പാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു വരുന്ന ആയിരക്കണക്കിന് ആത്മീയ കൂട്ടായ്മകള് ബീഹാറിലുണ്ട്. സ്തോത്രം. അവിടുത്തെ കാലാവസ്ഥയും
അവിടുത്തെ ജീവിത സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി കഷ്ടപ്പെടുന്ന ഒരുപാട് മിഷണറിമാര് ആ ദേശത്തുണ്ട്. അവരൊരുക്കുന്ന സ്ഥലം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ആത്മാക്കളെ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നു. എന്നാൽ പലയിടങ്ങളിലും വലിയ വലിയ ഹോളുകള്, ഓഡിറ്റോറിയം പോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ 4 മൂലയ്ക്കും ഇരിക്കാൻ പോലുള്ള ആള് പോലും പലയിടങ്ങളിലും ഇല്ലാതെ ഇരിക്കുമ്പോൾ ബീഹാർ, വടക്കേ ഇന്ത്യ പോലെയുള്ളതായ സംസ്ഥാനങ്ങളില് സുവിശേഷ വേലയിലായിരിക്കുന്ന കഷ്ടപ്പെടുന്ന മിഷണറി കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥിക്കുവാനെങ്കിലും നാം മനസ്സ് വയ്ക്കുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തിയെ ദൈവം അവിടെ അയക്കും. ഈ സാക്ഷ്യവും അപ്രകാരം നിങ്ങൾക്ക് പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.